നിതിൻ രാജിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ട് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ സംസ്ഥാനത്ത് ഏപ്രിൽ 28-ന് ഹർത്താൽ നടത്തും. ഉത്തരേന്ത്യയിൽ ചെന്ന് ലോൺ ആപ്പ് നടത്തിപ്പുകാരെ പിടികൂടിയ കേരള പോലീസ് നിതിൻ രാജിന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ചെയർമാൻ കെ മായാണ്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തുക എന്നാണ് നിലയിലുള്ള ഞങ്ങൾ ഡിമാൻഡ്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ 28/4/2026 നാളെ കേരളത്തിൽ ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾക്കെല്ലാം അറിയാം, നിതിൻ രാജ് മരണവുമായിട്ട് ബന്ധപ്പെട്ട ദുരൂഹതകൾ. ആദ്യം അദ്ദേഹം ആത്മഹത്യ ചെയ്താണ് കോളേജ് കെട്ടിടത്തിൽ വീണ് മരിച്ചതാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ആ സമയത്ത് പ്രിൻസിപ്പളും മറ്റും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. നേരെ മറിച്ച് പിന്നീടാണ് അതിലെ വസ്തുതകൾ മനസ്സിലാക്കുന്നത്. നിതിൻ രാജിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഡൈഡ് ഓഫ് ബ്ലഡ് സബ്സ്റ്റേറ്റ് ടു ഹെഡ് ആൻഡ് ചെസ്റ്റ്. ഇതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നു. 52 ദളിത് പിന്നോക്ക സംഘടനകൾ ചേർന്നാണ് നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നിതിൻ രാജിന്റെ ജീവൻ നഷ്ടമാവില്ലായിരുന്നു. ആദ്യം ആത്മഹത്യയാക്കി എഴുതിത്തള്ളാൻ അധികൃതർ തീരുമാനിച്ച നിതിൻ രാജിന്റെ മരണം കൊലപാതകമായി മാറിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ്. പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യവും അവകാശങ്ങളും സംരക്ഷണവും യഥാസമയം ലഭിച്ചിരുന്നുവെങ്കിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് പീഡനമുണ്ടാവാൻ സാധ്യതയില്ല. നിതിൻ രാജിന്റെ മരണം നടന്ന 12 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ സർക്കാർ നിലപാട് ദുരൂഹത ഉണർത്തുന്നതാണ്. കൊലപാതകം സംബന്ധിച്ച് യാഥാർത്ഥ്യം വഴിതെറ്റിക്കാനുള്ള വാദങ്ങളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഹർത്താലിനോട് സഹകരിക്കാൻ ബസ് ഉടമകളോടും വ്യാപാരികളോടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പുരോഗമനം പറയുമ്പോഴും ജാതിവെറി പൂണ്ട സമൂഹം ദളിതരെ അവഗണിക്കുന്ന അധികാര വൃന്ദവും ശക്തമാവുകയാണെന്നും മായാണ്ടി പറഞ്ഞു. വിവിധ സംഘടനാ ഭാരവാഹികളായ ടി പി കനകദാസ്, വേലായുധൻ, കെ വാസുദേവൻ, പി കെ രാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.